ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാവിലെ ഒരു 6:30-7 മണിയാണ് സമയം. അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പോകുന്ന വഴിയേ നമുക്ക് പറയാം. അപ്പം നമുക്ക് യാത്ര തുടങ്ങിയാലോ? എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ടോക്കയിലേക്കാണ്. ടോർക്കി എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലണ്ടിലെ ഡെവണിലെ ഒരു കടൽ തീര പട്ടണം എന്ന് തന്നെ പറയാം. അതായത് ഏകദേശം 3 സൈഡും കടൽ തീരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശം എന്ന് പറയാം. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ അടങ്ങിയ ഒരു പട്ടണം. അപ്പം നമ്മളങ്ങനെ ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ് ടോർക്കിലേക്ക് പോകുന്നത്. പോകുന്ന വഴി എന്ന് പറയുന്നത് വളരെ മനോഹരമായ പാടങ്ങളും പുൽനിരപ്പുകളും ചെറിയ കുന്നുകളും ഒക്കെയാണ്. എല്ലാം ആസ്വദിച്ചും കണ്ടുമൊക്കെ ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷമായിട്ടാണ് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോർക്കിലെ കടൽ തീരങ്ങൾ കാണാനും അതുപോലെ തന്നെ ഹിൽ ടോപ്പ് കുറച്ച് എന്താ പറയുക ക്ലിഫ് ടോപ്പ് ആയിട്ടുള്ള വ്യൂസൊക്കെ കാണാൻ വേണ്ടിയും അതുപോലെ തന്നെ തുറമുഖങ്ങളും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയൊക്കെ ഞങ്ങൾ ഒത്തിരി ആകാംക്ഷയോടു കൂടിയാണ് ഈ യാത്ര പുറപ്പെട്ടത്. എന്നാൽ നമ്മുടെ മുൻപിൽ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നറിയില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ മോട്ടോർ വേയിലാണ് പോകുന്നത്. അപ്പം ഇടയ്ക്കുള്ള സർവീസുകളൊക്കെ നന്നായി യൂസ് ചെയ്ത് സാവധാനം കണ്ടും കേട്ടും ആസ്വദിച്ചുമൊക്കെയാണ് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നത്. ഇതുപോലെയുള്ള സർവീസ് സ്റ്റേഷനുകളിൽ നിന്ന് നമുക്കൊന്ന് ഫ്രഷ് ആകാനും അതുപോലെ തന്നെ ഒന്ന് എന്താ പറയുക ചെറിയൊരു ബ്രേക്ക് എടുക്കാനും അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ല അവസരങ്ങളാണ് കേട്ടോ. കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ നിന്ന് നമ്മൾ മാറി ഈ ഡിവോണിൻ്റെ ഏരിയയിലേക്ക് കിടക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. അതായത് ചെറിയ തുറമുഖങ്ങളുടെ കാഴ്ചകളും വെള്ളങ്ങളും ഒക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയിലും വലിയൊരു മാറ്റം തന്നെയാണ് കാണുന്നത്. ചെറുതായിട്ട് കുന്നും മലകളും ഒക്കെ കയറി പോകുന്നത് പോലെ ഉള്ള സ്ഥലങ്ങളിലൂടെ ആയിരുന്നു നമ്മുടെ വണ്ടി യാത്ര ചെയ്തുകൊണ്ടേയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വഴിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് യാത്ര ചെയ്ത് അത്ര ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ മോഷൻ സിക്നെസ് ഒക്കെ കാണിക്കുകയും വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം ഞങ്ങളും അതുപോലെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അത് എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങളുടെ ഭക്ഷണവും വെള്ളവും കാര്യങ്ങളും ഒക്കെ റെഗുലറായിട്ട് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. മനോഹരമായ കുറേ വീഡിയോ ക്ലിപ്സുകളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചും ചെയ്തും കണ്ടും കേട്ടും ഒരു 2-2.5 മണിക്കൂറോളം എടുത്തു നമുക്ക് ഡിവോണിലേക്ക് അല്ലെങ്കിൽ ടോർക്കിലേക്ക് എത്തിപ്പെടാനായിട്ട്. അങ്ങനെ നമ്മൾ ടോർക്കിൻ്റെ നഗരക്കാഴ്ചകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എല്ലാ സിറ്റികളും തമ്മിലുണ്ട്. അതേ വ്യത്യാസങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും കണ്ടിരുന്നത്. കടകളിലാണെങ്കിലും ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചറിലാണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പുതിയ കാഴ്ചകൾ എപ്പോഴും കണ്ണിന് കുളിർമ നൽകുന്നതായതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം ആസ്വദിച്ചു എന്ന് തന്നെ പറയാം. ടോർക്കിലെത്തിയ ശേഷം നമ്മൾ ആദ്യമായി ചെയ്ത കാര്യം എന്ന് പറയുന്നത് പള്ളിയിൽ പോയി ഒരു കുർബാന കൂടി എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും ഇവിടെ വന്നിട്ട് ഏതൊരു ചർച്ചിൽ പോകുമ്പോഴും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ചർച്ചിൽ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൗതുകത്തോടെ നോക്കുന്ന ഒന്നാണ് ഈ പൈപ്പ് ഓർഗൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ലെങ്കിലും ഈ ദേവാലയത്തിലെയും ഒരു ഹൈലൈറ്റ് ആയിരുന്നു ഈ പൈപ്പ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയിലൊക്കെ ഈ പൈപ്പ് ഓർഗൻസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കുർബാനയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പാപ്പൻ്റെയൊക്കെ കൂടെ വീട്ടിലേക്ക് പോവാണ്. അതെ, നമ്മളിവിടെ കസിൻ്റെ വീട്ടിലാണ് വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. കൂടാതെ ടോർക്കിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ കടൽ തീരമാണ് ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഏറ്റവും ഭംഗിയേറിയ കാഴ്ച. അപ്പോൾ അത് കാണാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു തുറമുഖം അല്ലെങ്കിൽ ഒരു ബീച്ച് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്കിവിടെ വന്നപ്പോൾ തന്നെ തോന്നിയത്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നീല നിറത്തിലുള്ള കടൽ, അതുപോലെ തന്നെ മണൽത്തരികൾ,
ബീച്ച് അന്തരീക്ഷം, തണുത്ത കാറ്റ്, ഒരു സൈഡിൽ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ഇതൊക്കെ ഈ ഒരു പ്രകൃതി സൗന്ദര്യത്തിന് ഏറെ മാറ്റുകൂട്ടുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എവിടെ നോക്കിയാലും വിനോദസഞ്ചാരികളെ ആകർഷിക്കത്തക്ക വിധം പല കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചയിലേക്കാണ് ഇനി കിടക്കുന്നത്. നമ്മളപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഒരു പാർക്കിംഗ് ഏരിയയിൽ നമ്മളിട്ടു. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പാർക്കിംഗ് ഫീയോട് കൂടിയിട്ടൊക്കെയാണ് നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ ബീച്ച് സൈഡിൽ കൂടെ ഒരു വാക്ക് വേ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ കുറച്ച് നേരം നടക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ്. വാക്ക് വേ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു സീയുടെ ഒരു ഏരിയ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിൽ, പിന്നെ അതുപോലെ തന്നെ ഒരു തുറമുഖം, അതായത് കുറച്ച് ബോട്ടുകളൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അടുപ്പിക്കുന്ന ഒരു ഏരിയ ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വാക്ക് വേ ഉള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈഡ് ഭയങ്കര ഉയർന്നൊരു പ്രദേശമാണ്. ഭയങ്കരമായിട്ട് നമുക്ക് സീ വ്യൂ കിട്ടുന്ന പോലെ ഒരു ലാൻഡ്സ്കേപ്പാണ് അവിടെ ഉള്ളത്. അപ്പം അതിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഹോട്ടൽസിലൊക്കെ നമ്മൾ റൂംസൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ കാഴ്ചയായിരിക്കും നമുക്ക് ഈ ഒരു ബീച്ച് സൈഡിലേക്ക് കിട്ടുക. അതുപോലെ തന്നെ ഇവിടെ പലയിടത്തും ഒരു പാം, അതായത് പനകൾ, അത് ഒരുപാട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് വളരെ ആകർഷകമായ ഈ ഒരു പ്ലേസിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ വാക്ക് വേയിൽ ആകെ ഒരു ബുദ്ധിമുട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റെയിലിങ്സിലൊക്കെ ഭയങ്കര ഗ്യാപ്പാണ്. അപ്പം നമ്മൾ കടലിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇവരതിൻ്റെ ഇടയിലൂടെ താഴേക്ക് വീഴുമോ, ഭയങ്കര ആഴം ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ബാക്കി ഇതിൽ നടന്ന് ഈ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നടക്കാനും ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനും ഒക്കെ വളരെ മനോഹരമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഇതുപോലെയുള്ള കടൽ തീരങ്ങളിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. എത്ര നേരം വേണമെങ്കിലും നമുക്കിരിക്കാം. ഒറ്റയ്ക്ക് വേണമെങ്കിലും ഒരുപാട് സമയം പോയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. എന്തോ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, കടൽ തീരങ്ങളിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മൾ തന്നെ തന്നെത്താൻ റിലാക്സ് ആവുന്നതായിട്ട് തോന്നും. എനിക്ക് ഒരുപാട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എപ്പോഴും ബീച്ച് സൈഡ് എന്നൊക്കെ പറയുന്നത്. കാരണം ഞാൻ വളർന്നത് ഫോർട്ട് കൊച്ചിയിലായതുകൊണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ ഒരു ബാക്ക് സൈഡൊക്കെ കടലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഞാനുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബീച്ച് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് ഈ സ്ഥലം ഒരുപാടങ്ങ് ഇഷ്ടമായി. നല്ല മനോഹരമായ സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള പട്ടാളവും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരും ശരിക്കും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അറിയില്ല എത്രത്തോളം അവർക്ക് ഇതൊക്കെ കാഴ്ചകളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ എന്നാലും അവരും എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മുടെ കൂടെ നടന്നത്. ഒട്ടും ഇറിറ്റേറ്റഡോ അല്ലെങ്കിൽ കരച്ചിലോ ബഹളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ബീച്ചസും അതുപോലെ തന്നെ അതുപോലെ തന്നെയുള്ള ടൂറിസം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് ബീച്ച് ടൂറിസങ്ങളൊക്കെയാണ്. വാട്ടർ സ്പോർട്സ്, അതുപോലെ തന്നെ ഇതുപോലെ വാക്കിങ്ങിൻ്റെ ഏരിയ, ബോട്ടിങ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ടൂറിസത്തിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പം നമ്മൾ വന്ന ടൈമിംഗ് അത്ര കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കയറാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇവിടുത്തെ ടൂറിസം സാധ്യതകളൊക്കെ കണ്ട് മനസ്സിലാക്കി പോയിട്ട് മറ്റൊരു ദിവസം വന്ന് നമുക്കിതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉപ്പാപ്പനും ആൻറ്റിയും ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ടോർക്കിൽ നിന്ന് പോവുകയാണ്, തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കൂടിയാണ് നമ്മൾ വന്നത്. മിക്കവാറും ഈ വീഡിയോ പബ്ലിഷ് ആകുമ്പോഴത്തേക്ക് അവർ നാട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി നല്ലൊരു ഫാമിലി ടൈം അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ഗ്യാതറിങ് സാധ്യമായി എന്ന് പറയാം. വളരെ ഹാപ്പി ആയിട്ടുള്ള ടൈമായിരുന്നു. പിള്ളേരും ഒരുപാട് എൻജോയ് ചെയ്തു. കുറേ വീഡിയോസ് എടുത്തു, നമ്മൾ റീൽസൊക്കെ എടുത്തു, ഷോർട്സൊക്കെ എടുത്തു, കുറേയൊക്കെ പബ്ലിഷ് ചെയ്തു. ഈ ലോങ് വീഡിയോ മാത്രം കുറച്ച് വൈകിട്ടേ വരുള്ളൂ. അപ്പം നമ്മുടെ വാക്ക് വേയുടെ അവസാന ഭാഗം ദാ ഇവിടെയാണ്. ഇത് ഒരു തടിപ്പാലം പോലെയാണ്. ഇത് കടലിന് കുറുകെയൊക്കെ നമ്മൾ കാണുന്ന പോലെ ചെറിയൊരു പാലമാണ്.
ഇതിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് സീറ്റ് ഇട്ടിട്ടുണ്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അവിടെ ഇതുപോലെ കുറച്ച് പേരുകളൊക്കെ എഴുതി റിമെമ്പറൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. അതുപോലെ തന്നെ കുറച്ച് ലോക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നും മനസ്സിലായിട്ടില്ല. അപ്പം ഇവിടുത്തെ ഓരോ കൾച്ചറും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഈ റിമെമ്പറൻസ് മിക്കവാറും ഇവിടെ വെച്ച് മരിച്ച ആളുകളോ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. ഈ ലോക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് അറിയില്ല. എന്താണെങ്കിലും ഇതാണ് ഇവിടുത്തെ തുറമുഖം. കുറേ ബോട്ടുകളൊക്കെ അവിടെ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ ഒരു സീ സൈഡിൽ നിന്ന് കയറിയിട്ട് അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വണ്ടിയായിട്ട് പോവുകയാണ്. അപ്പം അത് പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പം എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് സമയം തീരെയില്ല. പിന്നെ ഒരുപാട് സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇവിടെ കളയാനും പറ്റത്തില്ല. നാളെ രാവിലെ നമുക്ക് തിരിച്ചു പോവുകയും വേണം. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു മനോഹരമായ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോയി. അവിടുത്തെ കാഴ്ചകൾ കുറച്ചുകൂടെ കൗതുകമുള്ളതായിരുന്നു. അത് നമുക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു. അപ്പോൾ നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് മഴയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിന്യൂസ് അല്ലെങ്കിലും ഇടവിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങി കാണാനൊന്നും പറ്റിയിട്ടില്ല. മറ്റൊരു ദിവസം ഇതെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്ത് കാണാനായിട്ട് പറ്റുന്നൊരു ദിവസം നമുക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നു. ചെറിയ മിനി തീം പാർക്സ് ഒക്കെ അവിടെ ഉണ്ട്. അത് ഇവിടെ ഈ നാട്ടിൽ മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് നേരം കുട്ടികളൊക്കെ കളിച്ചു. അപ്പോൾ ഇത് ഈ പോകുന്ന ഈ കുഞ്ഞിനെ കണ്ടോ? ഇവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന സീകൾ അല്ലെങ്കിൽ ഹെറിങ്കൾ എന്നൊക്കെ പറയുന്ന ആ പക്ഷിയാണ്. കടൽ തീരമായതുകൊണ്ട് തന്നെ ഇവരിവിടെ ധാരാളമായിട്ടുണ്ട്. കൂട്ടമായിട്ടും ഒറ്റയ്ക്കുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയ ആണ് കേട്ടോ. അപ്പം ഇതും നമ്മുടെ സീയുടെ മുകളിൽ കൂടെ അല്ലെങ്കിൽ ആ കടലിൻ്റെ മുകളിൽ കൂടെ ഒരു പാലത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ തുടക്കമൊക്കെ അത്യാവശ്യം ചെറിയ റിഫ്രഷ്മെൻറ്റ് ഏരിയാസും ഐസ്ക്രീംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഫുൾ ഫൺ ഫെയർ ആണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഒരുപാട് ഗെയിംസും അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും ഒക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ സ്പോർട്സൊക്കെ കളിക്കുന്നുണ്ട്. കുറേ പേർക്കൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വീണ്ടും അവർ ആ തുകയൊക്കെ ഉപയോഗിച്ച് വീണ്ടും കളിക്കുന്നു. അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായ ഒരുപാട് ഗെയിംസ് ആയിരുന്നു ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. നമ്മളറിയാതെ തന്നെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡായി പോയത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ ഗെയിംസാണ്. അപ്പം ഇതൊക്കെ നമ്മൾ മിക്കവാറും നമ്മുടെയും ഫൺ ഏരിയാസിലൊക്കെ അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ കാണുന്ന പോലെയാണ്. ഇതിലൊരു കോയിൻ ഇടുക, നമ്മൾ ആ കോയിൻ അവിടെ കൂടെ വന്നിട്ട് വീഴും. അത് ടച്ച് ചെയ്തിട്ട് എന്ത് സാധനമാണോ ബോക്സിനുള്ളിലേക്ക് വീഴുന്നത് അതാണ് നമുക്ക് പ്രൈസായിട്ട് കിട്ടുന്നത്. അപ്പം അങ്ങനെ അതുപോലത്തെ ഒരുപാട് ഗെയിംസ് ഉണ്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ നമ്മൾ ഇതുവരെയും കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് ഗെയിംസ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമുക്ക് ഈ സ്ലിപ്പൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൗണ്ടിനനുസരിച്ച് പ്രൈസ് കൊടുക്കുന്ന ഒരു കോർണർ ഉണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സീയുടെ മുകളിൽ ഒരു ചെറിയ പാലം പോലെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലെ റെയിൽസിലൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നല്ല മനോഹരമായ കാഴ്ചയാണ്. എത്രമാത്രം ഈ ഫോണിലൂടെ ആ വ്യൂ ക്ലിയറായി കാണിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ. പിന്നെ നല്ലൊരു കാറ്റും നല്ലൊരു തണുത്ത അന്തരീക്ഷവുമാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് ഫീലൊക്കെ തരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോ എടുക്കാനും ഫോട്ടോജനിക്കായിട്ടുള്ള അല്ലെങ്കിൽ നല്ല നല്ല പിക്ചർക്യൂ ഏരിയാസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്ക് എവിടെ നിന്നാലും നല്ല നല്ല വ്യൂസ് കിട്ടും. നമുക്ക് അറിയാതെ നമുക്ക് ഫോട്ടോ എടുക്കണം എന്ന് തോന്നിപ്പോവും. പിന്നെ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ട ഏരിയ ഇത് തന്നെയായിരിക്കും. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ അവരിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ അതിപ്പോഴും മായാതെ കിടക്കുന്നത് അത്രമേൽ ആകർഷിച്ചത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം സന്ധ്യയായിട്ടുണ്ട്. ഇരുട്ടാൻ കുറച്ച് വൈകുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും വെളിച്ചം കാണുന്നത്. എന്തായാലും ഒരു 6 മണി 7 മണിയൊക്കെ സമയമായപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത്.
ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു കൊച്ചിൻ സൂപ്പർ മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളി സ്റ്റോറിലാണ്. അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. കുറേ ഫൺ ഫീൽഡ് മൊമെൻറ്റ്സ് എല്ലാ ഫാമിലി മെമ്പേഴ്സും എല്ലാവരുമായിട്ട് കുറച്ച് നേരം നമുക്ക് സംസാരിച്ചും കളിച്ചുമൊക്കെ ഇരുന്നു. കുട്ടികളുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ നല്ല കുറേ മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ച് അപ്പോൾ ഈ ഒരു ഏരിയ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതായത് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വെച്ചിട്ട് വീഡിയോ നിർത്താം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പോകുന്ന വഴിയിൽ പിന്നെയും കുറേ കാഴ്ചകളൊക്കെ ഉള്ളത് കൊണ്ട് അതും കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ രാവിലെ ഇറങ്ങി. അങ്ങനെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ അങ്ങോട്ട് നമ്മൾ വിചാരിക്കുന്നത് മെല്ലെ ചെറിയൊരു റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ പോകണം എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടോർക്കിയ നഗരത്തോട് യാത്ര പറഞ്ഞ് തിരികെ പോവുകയാണ്. നല്ല മനോഹരമായ കുറേ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച നല്ലൊരു ദിവസമായിരുന്നു അത്. തിരിച്ചു പോകുമ്പോഴാണെങ്കിലും ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഞങ്ങളതൊക്കെ ആസ്വദിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ സർവീസിലൊക്കെ കയറിയ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തല്ലോ. ഇത് കണ്ടോ, 2 സൈഡിലും നല്ല കാട് പിടിച്ച സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ തിരികെ പോകുന്നത്. അപ്പം അങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ എവിടെയെങ്കിലും സർവീസിലൊക്കെ കയറി ഒന്ന് റെസ്റ്റ് എടുത്ത് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഇച്ചിരി നേരത്തെ ഇറങ്ങിയത്. അപ്പം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇവർ നല്ല ഹാപ്പിയാണ്. ഇവർ ഫുൾ കളിയിലാണ്. തിരിച്ചു പോകുമ്പോൾ അങ്ങനെ അവർക്ക് വൊമിറ്റ് ചെയ്യാനോ അങ്ങനത്തെ സെൻസേഷനൊന്നും ഇല്ലായിരുന്നു. ഒരു ഹാപ്പി ആയിരുന്നു. അപ്പം നമ്മളൊരു വ്യത്യസ്തമായ ഒരു സർവീസ് ഏരിയ കണ്ടു കേട്ടോ. അവിടെ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഫാം ഏരിയ അല്ലെങ്കിൽ ഫാം ഫുഡ്സൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളെന്നാൽ പിന്നെ അവിടെ ഒന്ന് കയറാം എന്ന് വിചാരിച്ചു വന്നു. അത് ഇരിക്കുന്നത് തന്നെ ഒരു ചെറിയൊരു കുന്ന് പോലത്തെ സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ്സ്, പിന്നെ മീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എല്ലാ തരം ഇറച്ചികളും മാരിനേറ്റഡും കുക്ക് ചെയ്തതും ഒക്കെ ഉണ്ട് അവിടെ. അത് കൂടാണ്ട് എല്ലാ തരം ഫാം ഫുഡ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, വൈന്, അങ്ങനെ കുറേ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഉണ്ടായിരുന്നത്. ഇതിലൊക്കെ ഇത് കണ്ടോ, ഈ ഒക്കെ ഫാം ഫുഡാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നട്ട്സ്, ചോക്ലേറ്റ്സ്, ഹോം മെയ്ഡ് കുക്കീസ്. ഇത് ആപ്പിളാണ്. എല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. കാരണം ഫ്രഷാണ്, ഓർഗാനിക് ആയതുകൊണ്ടാകാം ഇത്ര റേറ്റ്. പിന്നെ ഫ്രൂട്ട് ജ്യൂസസ്, ഫ്രൂട്ട് പൾപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതായത് ഇതൊരു ഭയങ്കര വലിയ ഏരിയ ആണ്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര തിരക്കായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറയുന്നത്. ഇത്രയും വിലയുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഇത് വാങ്ങുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ എന്തോ അറ്റ്ലീസ്റ്റ് നല്ല സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സ്റ്റോറായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള ബൺസ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഈ ബ്രെഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ടിപ്പിക്കൽ അല്ലെങ്കിൽ ഇവിടുത്തെ മാത്രമായിട്ടുള്ള ചില ബ്രെഡ്സൊക്കെയാണ് ഉള്ളത്. അതൊക്കെ ആളുകൾ വാങ്ങുന്നുണ്ട്. അതുകൂടാണ്ട് ടോയ്സ് ഉണ്ട്, പ്ലേ സെക്ഷൻ ഉണ്ട്, അതുകൂടാണ്ട് വൂളൻ ക്ലോത്ത്സ്, സ്വെറ്റേഴ്സ്, ജാക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു സ്നാക്സ് കൗണ്ടറാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് ചോക്ലേറ്റ് ആട്ടോ, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്. പല ഇതിൽ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, അതിൽ തന്നെ പല ഫ്ലേവറിലുള്ളതുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു സൈഡിൽ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. അവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യം. ആ റെസ്റ്റോറൻറ്റ് ഔട്ട്ഡോറാണ് നിങ്ങളീ കാണുന്നത്. ഒരു ചെറിയ പോണ്ടുണ്ട്, അവിടെ ഡക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നടക്കുന്നത് കാണാം. അത് കൂടാണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേ ഏരിയ അവിടെ ഉണ്ട്. ആ പ്ലേ ഏരിയയ്ക്ക് ഭയങ്കര ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. കാരണം എല്ലാം ഒരു മരം കൊണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പോലെയാണ് തോന്നിയത്. അപ്പം ഈ ഒരു സർവീസിൽ കയറിയതിൽ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ എന്തോ ഒന്ന് വ്യത്യസ്തമായി കാണാനൊക്കെ പറ്റിയത് കൊണ്ടായിരിക്കാം. പിന്നെ ടീ, കോഫി, പിന്നെ നമുക്ക് വേണമെങ്കിൽ ടോയ്ലറ്റ്സൊക്കെ യൂസ് ചെയ്യാം, റിഫ്രഷ്മെൻറ്റ്സും എല്ലാം അവിടെ നമുക്കുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഫ്രഷായി സെറ്റായിട്ടാണ് പിന്നെ യാത്ര തിരിച്ചത്. അപ്പോൾ അതാ ഈ പ്ലേ ഏരിയയിൽ കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ. അതായത് കുറേ തടിക്കമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരിക്കുകയാണ്. അതിൻ്റെ നടുക്ക് ഒരു എന്താ പറയുക, ചിരട്ടയിലൊക്കെ ഉള്ള പോലെ ഒരു ചിരട്ടയുടെ ഷേപ്പിൽ
ഒരു കിളിക്കൂട് പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൂടെ കയറാം, തിരിച്ച് ഈ കമ്പുകളെ കൂടെയൊക്കെ ചവിട്ടി ഇറങ്ങാം. വേറെ പ്ലേ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ഇവർക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം കുറച്ച് വ്യത്യസ്തതയുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരും ഹാപ്പിയായി ഇറങ്ങി നമ്മൾ യാത്ര തിരിച്ച് പുറപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ ബായ്.